ഹലോ മക്കളെ, ഡിസംബർ 11 നടത്താനിരുന്ന നമ്മുടെ ക്രിസ്മസ് പരീക്ഷയിൽ വലിയ മാറ്റങ്ങളാണ് ഇപ്പോൾ വരാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ എഡ്യൂക്കേഷൻ കലണ്ടർ പ്രകാരം ഡിസംബർ 11 നമ്മുടെ ക്രിസ്മസ് എക്സാം തുടങ്ങുക എന്നുള്ളതായിരുന്നു നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ വലിയ മാറ്റങ്ങൾ വരാൻ വേണ്ടി പോവുകയാണ്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ തദ്ദേശ തിരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. തിരഞ്ഞെടുപ്പ് ഇത്തവണ 2 ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത്. ഡിസംബർ 9 ഡിസംബർ 11 നമ്മുടെ തിരഞ്ഞെടുപ്പ് നടക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഡിസംബർ 13 ഇത്തവണ വോട്ട് എണ്ണൽ വരുന്നത്. അപ്പോൾ ഈ ഒരു ദിവസങ്ങളിൽ നമ്മുടെ ക്രിസ്മസ് എക്സാം നടത്തുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം നമുക്കറിയാം, മിക്ക തിരഞ്ഞെടുപ്പ് കേന്ദ്രങ്ങളും സ്കൂളുകളായിരിക്കും. അതുപോലെ തന്നെ അധ്യാപകർക്കെല്ലാം ഇലക്ഷൻ ഡ്യൂട്ടിയും ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ക്രിസ്മസ് എക്സാം നടത്തുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അതുകൊണ്ടാണ് നേരത്തെ നമ്മുടെ എഡ്യൂക്കേഷൻ കലണ്ടർ പ്രകാരം പറഞ്ഞിരുന്ന ഡേറ്റിൽ ഇപ്പോൾ മാറ്റങ്ങൾ വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡിസംബർ ആദ്യം തന്നെ ക്രിസ്മസ് പരീക്ഷ തുടങ്ങാം എന്നുള്ളതാണ്. അപ്പോൾ ഡിസംബർ 1 ഒരു തിങ്കളാഴ്ചയാണ്. ഡിസംബർ 1 മുതൽ തന്നെ ക്രിസ്മസ് എക്സാം സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് ഡിസംബർ 1 മുതൽ ഡിസംബർ 5 വരെയുള്ള ദിവസങ്ങളിൽ ക്രിസ്മസ് എക്സാം നടത്താനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ഒരു ദിവസം 2 എക്സാം ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഡിസംബർ 1 മുതൽ ഡിസംബർ 5 വരെ കുറച്ച് എക്സാമുകൾ നടത്തിയതിന് ശേഷം പിന്നെയുള്ള ബാക്കിയുള്ള എക്സാമുകൾ നടക്കാൻ പോകുന്നത് ഈ ഡിസംബർ 5 ഒരു ഫ്രൈഡേ ആണ്, ശനി ഞായർ. അത് കഴിഞ്ഞിട്ട് നമ്മളുള്ള ശനി ഞായർ കഴിഞ്ഞിട്ട് നമ്മുടെ തിരഞ്ഞെടുപ്പിൻ്റെ ദിവസങ്ങളും വോട്ടെണ്ണലിൻ്റെ ദിവസങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് അതിന് ശേഷമായിരിക്കും ബാക്കിയുള്ള പരീക്ഷകൾ നടത്താൻ പോകുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു കാര്യമാണ് നമ്മുടെ ക്രിസ്മസ് എക്സാമിൽ വരാൻ വേണ്ടി പോകുന്ന മാറ്റം. അപ്പോൾ ഒന്നും കൂടെ പറയുകയാണ്, നമ്മൾ ഡിസംബർ ആദ്യം തന്നെ നമ്മുടെ പരീക്ഷ തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡിസംബർ 5 വരെ കുറച്ച് പരീക്ഷകൾ ഉണ്ടായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ തിരഞ്ഞെടുപ്പും വോട്ടെണ്ണലും എല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ബാക്കിയുള്ള എക്സാമുകൾ നടക്കാനായിട്ട് പോകുന്നത്. പിന്നെ ഡിസംബർ 20 മുതൽ ഡിസംബർ 28 വരെയാണ് നമ്മുടെ ക്രിസ്മസ് വെക്കേഷൻ എന്നും ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വോട്ടെണ്ണലിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ക്രിസ്മസ് പരീക്ഷയുടെ ദിവസങ്ങളിലും അതുപോലെ തന്നെ സമയക്രമം ഒക്കെ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതുവരെ ഒരു ഫൈനൽ ഡിസിഷൻ ആവാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. അപ്പോൾ മക്കളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്തായാലും ക്രിസ്മസ് പരീക്ഷയുടെ സമയക്രമം മാറാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മൾ വിചാരിച്ചതിനേക്കാളും കുറച്ചുകൂടി നേരത്തെ ക്രിസ്മസ് എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് എന്നുള്ളതാണ്. അപ്പോൾ മക്കളെല്ലാവരും ഇനിയുള്ള ദിവസങ്ങൾ വളരെ ക്രൂഷ്യലാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ സീരിയസ് ആയിട്ട് തന്നെ നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. കാരണം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും മുന്നേ ക്രിസ്മസ് എക്സാം തുടങ്ങാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല, ഈ വർഷം നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ പൊതുവായിട്ടുള്ള പരീക്ഷയാണ് നമ്മുടെ ക്രിസ്മസ് എക്സാം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഒക്കെ മാറിയ കാര്യം, അല്ലെങ്കിൽ ആ മാറിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നതും ക്രിസ്മസ് എക്സാമിനായിരിക്കും. അപ്പോൾ അത്ര കണ്ട് സീരിയസ് ആയിട്ട് തന്നെ നമ്മുടെ ക്രിസ്മസ് എക്സാമിനെ എല്ലാവരും അപ്രോച്ച് ചെയ്യണം. നമ്മുടെ യുവ ബാച്ചിൽ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ അതിഗംഭീരമായിട്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ആരെങ്കിലും യുവ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു സമയമാണ്. കാരണം ഇപ്പം നമ്മുടെ സൈലത്തിൽ മെഗാ ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മെഗാ 30 എന്നുള്ള കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 30% ഓഫറോട് കൂടി നിങ്ങൾക്ക് യുവ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. ക്രിസ്മസ് എക്സാമിന് നമുക്ക് അടിപൊളിയായിട്ട് ഫുൾ മാർക്കും തന്നെ സ്കോർ ചെയ്യണം. 70 മുതൽ 75% നമ്മുടെ സിലബസിൻ്റെ ഭാഗവും നമ്മൾ ക്രിസ്മസ് എക്സാമിന് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ വളരെ സീരിയസ് ആയിട്ട് തന്നെ എല്ലാവരും ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഒരു ഫൈനൽ ടൈം ടേബിൾ വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.